ഹലോ എവരി വൺ, വെൽക്കം ടു ഡെലീഷ്യസ് റെസിപ്പീസ്. ഇന്ന് നമുക്ക് ക്യാരറ്റ് റൈസ് തയ്യാറാക്കിയാലോ. ഇത് കുട്ടികൾക്ക് ലഞ്ച് ബോക്സിൽ കൊടുത്തുവിടാൻ വളരെ നല്ലതാണ്. തലേ ദിവസത്തെ ചോറ് ഫ്രിഡ്ജിൽ ബാക്കി ഇരിപ്പുണ്ടെങ്കിൽ അടുത്ത ദിവസം രാവിലെ വെറും 5 മിനിറ്റ് കൊണ്ട് തന്നെ ഈ ക്യാരറ്റ് റൈസ് നമുക്ക് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഇന്നത്തെ ഈ ക്യാരറ്റ് റൈസ് തയ്യാറാക്കിയെടുക്കുന്നതിന് വേണ്ടി ഒരു കടായിൽ കുറച്ച് എണ്ണ ഞാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. വെജിറ്റബിൾ ഓയിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഈ എണ്ണയൊന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ കടുകാണ് ഞാൻ ചേർത്തത്. ഇനി ഇത് നന്നായിട്ടൊന്ന് പൊട്ടി വരുമ്പോൾ 2 നുള്ള് ജീരകം ചേർക്കാം. ചെറിയ ജീരകമാണ് ഞാൻ ചേർത്തത്. ജീരകം ഒന്ന് നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് 2 വറ്റൽമുളക് ചേർക്കാം. ഒരു പച്ചമുളകും 1 തണ്ട് കറിവേപ്പിലയുമാണ് ഇപ്പോൾ ചേർത്തത്. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കാഷ്യൂ നട്ട് ചേർക്കാം. 4-5 കാഷ്യൂ നട്ട്സ് ചേർത്താൽ മതി. കാഷ്യൂ നട്ടിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് സവാള ചേർക്കാം. ഒരു സവാളയുടെ പകുതിയാണ് ഞാൻ ചേർത്തത്. ഇനി സവാള കൂടുതൽ വഴറ്റി ബ്രൗൺ ഷെയ്ഡൊന്നും ആക്കണ്ട, ചെറുതായിട്ടൊന്ന് ഇത് വഴറ്റിയെടുത്താൽ മതി. ഇനി ഇതിലേക്ക് നമുക്ക് ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം. 1/2 കപ്പ് ക്യാരറ്റാണ് ഞാൻ ചേർത്തത്. ഒരു മീഡിയം വലിപ്പത്തിലുള്ള ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്തതാണിത്. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അടുത്തതായി ഇതിലേക്ക് ചേർക്കുന്നത് 2 നുള്ള് മഞ്ഞൾപ്പൊടിയും 2 നുള്ള് ഗരം മസാലയുമാണ്. ഇത് കുട്ടികൾക്ക് വേണ്ടി തയ്യാറാക്കുന്നത് കൊണ്ട് ഇതിൽ അധികം മസാലപ്പൊടികളൊന്നും ചേർക്കുന്നില്ല. വെറും 2 നുള്ള് ഗരം മസാലയാണ് ചേർത്തത്. ചെറിയൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഗരം മസാല ചേർത്തത്. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ചോറാണ് ചേർക്കാനുള്ളത്. 2 കപ്പ് വേവിച്ച ചോറാണ് ഞാനിപ്പോൾ ചേർക്കുന്നത്. ബാസ്മതി റൈസാണ് ഞാൻ എടുത്തത്. ഈ ഒരു ക്യാരറ്റ് റൈസ് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഏത് ചോറ് വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം. ബാസ്മതി റൈസ് തന്നെ വേണമെന്നില്ല. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഏറ്റവും ചെറിയ തീയിൽ 2 മിനിറ്റ് മാത്രം വെച്ച് ഇതൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. അതിനുശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഞാൻ ഇതിനു മുമ്പ് ലഞ്ച് ബോക്സ് റെസിപ്പികളൊക്കെ നമ്മുടെ ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ലെമൺ റൈസിൻ്റെയും ഗ്രീൻ പീസ് പുലാവിൻ്റെയും ഒക്കെ റെസിപ്പികൾ നേരത്തെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോകൾ കണ്ടിട്ടില്ലാത്തവർ അതൊന്ന് കണ്ടു നോക്കുക. രാവിലെ തിരക്കേറിയ സമയത്ത് അമ്മമാർക്ക് ഇതുപോലുള്ള പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന റെസിപ്പികളൊക്കെ ഉപകാരമാകുമെന്ന് കരുതുന്നു. 2 മിനിറ്റ് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി അവസാനമായിട്ട് കുറച്ച് മല്ലിയില കൂടി ഒന്ന് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ക്യാരറ്റ് റൈസ് ഇവിടെ റെഡിയാകും. ഇതുപോലെയുള്ള ഇൻസ്റ്റൻറ്റ് റൈസ് റെസിപ്പികളൊക്കെ തയ്യാറാക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ചൂടോടുകൂടി ചോറ് ചേർക്കരുത്. നല്ലതുപോലെ ചൂടാറിയ ശേഷം മാത്രമേ ചോറ് ചേർക്കാവുള്ളൂ. അതല്ല എന്നുണ്ടെങ്കിൽ തലേ ദിവസത്തെ ബാക്കി വന്ന ചോറ് ഫ്രിഡ്ജിലിരിക്കുന്നത് ഉപയോഗിച്ചാലും മതി. അപ്പോൾ ഇന്നത്തെ ഈ ലഞ്ച് ബോക്സ് റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയതാണ് എന്ന് മാത്രമല്ല, ഇത് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയും കൂടിയാണ്. അപ്പോൾ ഈ റെസിപ്പി ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും കൂടി മറക്കരുത്. നമ്മുടെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും വരാം. താങ്ക്